Good morning. Good morning, ma'am. 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 Okay, Good morning, നമ്മുടെ ma'am. ക്ലാസ്സില് ICU എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ജൂനിയർ റെസിഡന്റ് ICU വരെ അല്ലേ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ശരി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ഭാഗം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ. അപ്പൊ നെക്സ്റ്റ് നമ്മള് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്. ജൂനിയർ റെസിഡന്റ് ICU വരെയും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിനി പറയേണ്ട ആവശ്യമില്ലല്ലോ. മിസ് റിപ്പീറ്റ് ചെയ്യണോ അതിനി? റിപ്പീറ്റ് ചെയ്യണല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. ഒരു ICUയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ ICUയിലേക്ക് നമ്മൾ എല്ലാ പേഷ്യൻസിനെയും കയറ്റില്ല അല്ലെ? അപ്പൊ അവിടെ പേഷ്യൻസിനെ ICUയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതിനനുസരിച്ചാണ് നമ്മൾ ICUയിലേക്കുള്ള പ്രവേശനം ലഭ്യമാക്കുന്നത്. അപ്പൊ ഇവിടെ to optimize ICU resources and enhance outcomes, ICU admission should be guided on the basis of a combination of factors. അപ്പൊ ഇവിടെ എപ്പോഴും ഒരു ICUവിന്റെ റിസോഴ്സസ് അവിടെ മതിയായ വിഭവങ്ങൾ ഉണ്ടാവും അല്ലെ? ആവശ്യമായിട്ടുള്ള അതിന് വളരെ പരിമിതമായിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും, പരിമിതമായിട്ടുള്ള ബെഡ് അവൈലബിലിറ്റി ആയിരിക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആ ICUവിലെ റിസോഴ്സുകളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും അതിലൂടെ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഒരു നല്ല ഔട്ട്കം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ICUയിലോട്ടുള്ള അഡ്മിഷൻസ് കുറച്ച് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ICUയിലോട്ടുള്ള അഡ്മിഷൻസ് എടുക്കുക. അപ്പൊ അത് എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണെന്നാണ് നമ്മൾ താഴെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, prioritization in accordance with the patient's severity of illness. അപ്പൊ നമുക്കറിയാം എപ്പോഴും ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ സിവിയറിറ്റി ഓഫ് ഇൽനസ് അല്ലെ? അവരുടെ ആ ഒരു രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് അല്ലെ? അതിനനുസരിച്ചാണ് ഒന്നാമത്തെ മുൻഗണന എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും നമുക്ക് ICUയിലേക്ക് അഡ്മിഷൻ കൊടുക്കില്ല. വരുന്ന പേഷ്യന്റിന്റെ സിവിയറിറ്റി ഓഫ് ഇൽനസ്, അവരുടെ ആ ഒരു രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് മുൻഗണന നൽകി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ട അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ആൻഡ് കെയർ വേണ്ടത് ആർക്കാണോ അവരെ നമ്മൾ ICUയിലേക്ക് എന്ത് ചെയ്യുന്നു? മുൻഗണനാ പ്രകാരം നമ്മൾ ICUയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ക്രൈറ്റീരിയ, സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. ചില പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പി, അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തെറാപ്പി കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യന്റ് നീഡ്സ് ആവശ്യമായിട്ട് വന്നേക്കാം. അത്തരം പേഷ്യൻസിന് അപ്പൊ ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായി വരുന്ന പേഷ്യൻസിനെയും നമ്മൾ എവിടേക്ക് അഡ്മിഷൻ എടുക്കാറുണ്ട്? ICUയിലേക്ക് അഡ്മിഷൻ എടുക്കാറുണ്ട്. മൂന്നാമത്തത്, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ICUയിലേക്ക് അഡ്മിഷൻ എടുക്കാറുണ്ട്. പ്രോഗ്നോസിസ്, എന്താണ് പ്രോഗ്നോസിസ്? ഫോർകാസ്റ്റിംഗ് ആണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? എന്താണ്? പ്രവചിക്കുകയാണ്. അതായത് ഒരു ലൈഫ്ലി കോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്കം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ചാൻസ് ഓഫ് റിക്കവറി എങ്ങനെയാണ്. ഇപ്പൊ ഒരു ഡിസീസോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനോ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരുടെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ചാൻസ് ഓഫ് റിക്കവറി എങ്ങനെയാണ്, അവരുടെ മെഡിക്കൽ എക്സ്പീരിയൻസിനനുസരിച്ച് അത് പ്രെഡിക്റ്റ് ചെയ്യുക. അവരുടെ സിംറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ അത് വേഴ്സൺ ആവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ തുടരുമോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി എത്രത്തോളം ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. ഇത്തരം കണ്ടീഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ പ്രോഗ്നോസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും പേഷ്യൻസിനെ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്റർവെൻഷൻ എന്ന ഇടപെടലുകൾ നിർത്തുക അല്ലെങ്കിൽ നമ്മുടെ
ഒരു ICU-ലെത്തി അവിടത്തെ നല്ലൊരു കെയർ അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു കണ്ടിന്യൂസ് മോണിറ്ററിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇടപെടലിലൂടെ വളരെയധികം പ്രയോജനം കിട്ടുമെന്ന് തോന്നുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അത്തരം പേഷ്യൻസിനെ നമ്മൾ ICU-ൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബെഡ് അവൈലബിലിറ്റി. ബെഡിന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചും നമ്മൾ ICU-ലേക്ക് എന്ത് ചെയ്യുന്നു, അഡ്മിഷൻ എടുക്കുന്നു. അപ്പൊ ICU അഡ്മിഷൻ ക്രൈറ്റീരിയാസ്, അപ്പൊ ICU-ൽ വരുന്ന ആ ഓരോ പേഷ്യൻസിനും നല്ലൊരു ഫലം കിട്ടാനും അവിടുത്തെ മാക്സിമം റിസോഴ്സ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ICU അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ICU അഡ്മിഷൻ എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനസ്. അവരുടെ രോഗിയുടെ ആ രോഗാവസ്ഥയുടെ തീവ്രത എത്രത്തോളമാണോ അതിനനുസരിച്ച് മുൻഗണന നൽകിക്കൊണ്ട് ICU-ലേക്കുള്ള പ്രവേശനം ലഭ്യമാക്കുന്നു. രണ്ടാമത്തത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പി. ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പികൾ ആവശ്യമായി വരുന്ന അത്തരത്തിലുള്ള ആവശ്യകതകളുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ ICU-ലേക്ക് എന്ത് ചെയ്യുന്നു, പ്രവേശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡയഗ്നോസിസ്, എന്തെങ്കിലും രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗനിർണയം നടത്തുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ ICU-ലേക്ക് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. പ്രോഗ്നോസിസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്, അത് അതുപോലെ തന്നെ തുടരുമോ, അത് വേഴ്സൺ ചെയ്യുമോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആവുമോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രോഗ്നോസിസ് ചെയ്യാനായിട്ടും നമ്മുടെ ആ ഒരു പേഷ്യൻസിനെ ആ ഒരു ICU-ലേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് നല്ല രീതിയിൽ ഒരു ICU-ൽ കൊണ്ടുവന്ന് അവർക്ക് ശരിയായ രീതിയിലുള്ള കെയറും മോണിറ്ററിങ്ങും അത്തരത്തിലുള്ള ആ ഒരു ICU-ന്റേതായിട്ടുള്ള ആ ഒരു ഇടപെടൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രയോജനം ലഭിക്കും എന്ന് ചിന്തിക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെയും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെയും നമ്മുടെ ICU-ലേക്ക് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബെഡിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യതയ്ക്ക് അനുസരിച്ചുമാണ് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നത്, ICU-ലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ കേട്ടോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വായിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ദിവസയിലെയുള്ള നടപടികൾ ആ ഒരു ICU-മായി ബന്ധപ്പെട്ട ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് connection with the parent unit is necessary for proper treatment of patients in ICU. എപ്പോഴും ഒരു ICU-ല് വരുന്ന ഓരോ പേഷ്യൻസിനും പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ അതിന്റെ പാരന്റ് യൂണിറ്റുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഏതൊരു ഇന്റൻസീവ് കെയർ യൂണിറ്റുകളുടെയും പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആയിട്ടുള്ള ആ ഒരു പാരന്റ് യൂണിറ്റിൽ നിന്നുള്ള ആ ഒരു കണക്ഷനോട് കൂടി നല്ല രീതിയിൽ അവിടെ ICU-ൽ വരുന്ന ഓരോ പേഷ്യൻസിനും, ഏത് ICU ആയിക്കോട്ടെ, അവിടെ വരുന്ന ഏതൊരു പേഷ്യൻസിനും എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് ഈ പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് റൊട്ടീൻ ICU റൗണ്ട് ഷാൽ ബി ഹെൽഡ് ഇൻ മോർണിംഗ് 9 to 11 AM. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ആ സമയം ചോദിക്കാറുണ്ട്. സാധാരണ റൊട്ടീൻ ആയിട്ടുള്ള ദിവസേനയുള്ള റൗണ്ട്സ് ICU-ലാണെങ്കിൽ ഉള്ള റൗണ്ട്സ് എന്ന് പറയുന്നത് ഷാൽ ബി ഹെൽഡ് ഇൻ ദ മോർണിംഗ് 9 to 11 AM ആ ഒരു റൗണ്ട്സ് നടക്കാം. അണ്ടർ ഹൂം പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്, ആരുടെ കീഴിലാണോ പേഷ്യന്റ് ആ ഒരു ICU-ൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് അവരായിരിക്കും ആ ഒരു റൗണ്ട്സിന് വരിക. കണ്ടിട്ടുണ്ടല്ലോ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നത്, കണ്ടിട്ടില്ലേ? അപ്പൊ ഏത് ഡോക്ടറുടെ കീഴിലാണോ അവരവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡോക്ടർ ആയിരിക്കും റൗണ്ട്സിന് വരിക, അല്ലെ? അപ്പൊ ആ സമയം എന്ന് പറയുന്നത്
പറയുന്നത് മോർണിംഗ് 9 to 11 AM ആണ് കേട്ടോ. ആ സമയം ഒന്ന് നോട്ട് ചെയ്യണേ, ചോദിക്കാറുണ്ട് കേട്ടോ. Then the main decision regarding treatment is taken in these rounds. അപ്പൊ ഈ ഒരു റൗണ്ട്സിന് വരുമ്പോഴാണ് നമുക്ക് കണ്ടു കാണും അല്ലെ, റൗണ്ട്സിന് വരുന്ന സമയത്താണ് പേഷ്യൻസ്, ഇപ്പൊ ഐസിയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരോട് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരോട് ചോദിക്കും. അല്ല എങ്കിൽ അവരുടെ ഇൻചാർജ് ആയിട്ടുള്ള നഴ്സസിനോടൊക്കെ ചോദിച്ചിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, ഇവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഈ റൗണ്ട്സിന് വരുമ്പോഴാണ്. ശരിയല്ലേ? തലേ ദിവസം വന്ന് അവരെന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പിറ്റേ ദിവസം വരുമ്പോൾ അവർക്ക് അതിൽ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചിലപ്പോൾ ആ ട്രീറ്റ്മെന്റ് തുടരാൻ പറയും, അല്ല എങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തി കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഈ റൗണ്ട്സിന് വരുന്ന സമയത്താണ് അവർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ ഈ ഒരു പേഷ്യന്റ് എന്താണ് ആ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, the treatment initiated to patient is written by the senior resident posted in ICU. Extensive care is given to patient. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് ഓരോ പേഷ്യൻസിന് പുതിയ ട്രീറ്റ്മെന്റുകൾ, നമ്മുടെ ഐസിയിലുള്ള ഓരോ പേഷ്യൻസിനും പുതിയ ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുമ്പോൾ അത്തരത്തിലുള്ള ഏത് ട്രീറ്റ്മെന്റ് ആണോ ആരംഭിച്ചത് അത് ഏത് പേഷ്യന്റിനാണ് മുതലായ കാര്യങ്ങളൊക്കെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കേണ്ടത്, അവിടെ എഴുതി വെക്കേണ്ടത് സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. പോസ്റ്റഡ് ഇൻ ദ ഐസിയു, ഐസിയുവിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് അത് ചെയ്യേണ്ടത്. ആ എക്സ്റ്റൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യൻസ്. അതുപോലെ തന്നെ പേഷ്യന്റിന് ആവശ്യമായ വിപുലമായ പരിചരണങ്ങളും ആ ഒരു ഐസിയുവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദിവസേന നൽകുന്നുണ്ട്. ഇപ്പോൾ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ വരുന്നത് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ഐസിയു. ഇപ്പൊ ഏതൊരു ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇപ്പൊ ഏത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഐസിയു ആണെങ്കിലും അതിന്റെ ക്രിട്ടിക്കൽ കെയർ ആണ് അതിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ കെയർ കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അവിടെ ഓരോ ഐസിയുവിലും ഇന്റൻസീവ് ആയിട്ടുള്ള ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള മെഡിക്കൽ കെയർ കൊടുക്കാനുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ആ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിന്നായിരിക്കും ഈ പറയുന്ന ഏതൊരു ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കും കിട്ടുക. സോ അത്തരത്തിൽ ആ ഒരു പാരന്റ് യൂണിറ്റുമായിട്ട് ഐസിയുവിൽ വരുന്ന ഓരോ പേഷ്യൻസിനും പ്രോപ്പർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടി ഈ പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് റൊട്ടീൻ ഐസിയു റൗണ്ട് ഷാൽ ബി ഹെൽഡ് ഇൻ മോർണിംഗ് അറ്റ് 9 to 11 AM. ഇപ്പൊ റൊട്ടീൻ ഐസിയു റൗണ്ട്സ് അതായത് മോർണിംഗ് 9 to 11 AM ആണ് ആ ഒരു സമയത്താണ് ഐസിയുലുള്ള റൗണ്ട്സിന്റെ സമയം എന്ന് പറയുന്നത്. അവിടെ ഏത് പേഷ്യൻസിന് ഏത് ഡോക്ടറാണോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ നേതൃത്വത്തിലായിരിക്കും ആ റൗണ്ട്സ് നടക്കുക. അതുപോലെ ഓരോ ദിവസത്തെയും ആ റൗണ്ട്സിന്റെ സമയത്താണ് ഈ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഡോക്ടേഴ്സ് എടുക്കുക. അതുപോലെ ട്രീറ്റ്മെന്റ് വരുന്ന ഓരോ പേഷ്യൻസിനും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണോ ആരംഭിച്ചിരിക്കുന്നത് അത് എഴുതി വെക്കേണ്ടത് സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. ഐസിയുവിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സീനിയർ റെസിഡന്റ് ആണ്. അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള പരിചരണങ്ങളും പേഷ്യൻസിന് നൽകുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആ സമയം ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കണേ, മാറിപ്പോവരുത് കേട്ടോ. ക്ലിയർ ആണോ ഇത്? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് കേട്ടോ. ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ആണ്. ഇപ്പൊ നോക്കിയേ, ഒരു 3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. അപ്പൊ നമുക്കറിയാം ഒരു ഐസിയുവിൽ നിന്ന് പേഷ്യൻസിനെ എങ്ങനെയൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു ഐസിയുവിൽ നിന്ന് പേഷ്യന്റിനെ അവര് റിക്കവർ ആവുമ്പോ അല്ലെ. സാധാരണ നമ്മളൊരു ഐസിയുവിൽ ഒരു പേഷ്യന്റിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ
അവർക്ക് കൃത്യമായിട്ടുള്ള പരിചരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തു. അതിനുശേഷം അവരവിടുന്ന് റിക്കവർ ആയി കഴിഞ്ഞു, അവർ ഓക്കെ ആയി, അവർ സ്റ്റഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ICU നിന്ന് ഡിസ്ചാർജ് ചെയ്യും അല്ലെ? ഇനി അതല്ലാതെയോ, ഡെഡ് ആയി കഴിഞ്ഞാൽ, ശരിയാണ് അല്ലെ, നമുക്ക് മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ആയി കഴിഞ്ഞാലും അതൊരു ഡിസ്ചാർജ് തന്നെയാണ് കേട്ടോ. ഡെഡ് ആയാലും നമ്മൾ ഡിസ്ചാർജിലാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, രണ്ടാമത് അത് പറ. പിന്നെ വേറെ എന്തെങ്കിലും? റെഫർ ചെയ്യുമ്പോ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാറുണ്ട് അല്ലെ? ശരിയാണ്. അപ്പൊ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. പേഷ്യൻസ് ഫസ്റ്റ് വൺ ആണ് പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ് അല്ലെ? പേഷ്യൻസ് ആ ഒരു അവർക്ക് ട്രീറ്റ്മെന്റും കെയറും കൊടുത്തു, ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർ ഓക്കെ ആയി, റിക്കവർ ആയി, ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന്, ആ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും അവർ റിക്കവർ ആയി, സ്റ്റഡി ആയി, ഓക്കെ ആണെങ്കിൽ അവരവിടെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കേസ് പേഷ്യൻസ് ഇൻ ഹോം ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസൺ but need close observation can either be discharged to wards or in an intermediate care area depending on need for ICU bed. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നമ്മളൊരു ICU ബെഡ് ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സുകളുടെ ലഭ്യത സ്കാർസിറ്റി ഉണ്ട് എങ്കിൽ വരുന്ന പേഷ്യൻസിന് നമുക്ക് ICU ബെഡ് അവൈലബിൾ ആക്കി കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം റിക്കവർ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? ഒന്നാമത്തെ കാര്യം അതാണ്, റിക്കവർ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാം. രണ്ടാമത്തേത് പേഷ്യൻസ് ഇൻ ഹോം ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസൺ, അതായത് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളവരെ ആയിരിക്കുമല്ലോ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യാം അല്ലെ? ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ത്രെറ്റ്, ആ ഒരു ഭീഷണി അല്ലെങ്കിൽ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് കുറഞ്ഞു എങ്കിൽ പോലും പൂർണ്ണമായിട്ട് അവർ എന്ത് ചെയ്തിട്ടില്ല? റിക്കവർ ആയിട്ടില്ല അല്ലെ? അവർക്ക് ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്ന ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യാറുണ്ട്? അതായത് ICU ബെഡിന്റെ ഒക്കെ ലഭ്യത കൂടുതൽ വേണം, ICU ബെഡിലേക്ക് ആളുകൾ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അവിടെ നിന്ന് ICUയിൽ നിന്ന് മാറ്റും. അതിന് പകരം നമ്മൾ വാർഡിലേക്കോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ റൂമുകളിലേക്കോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? മതിയായിട്ടുള്ള കണ്ടിന്യൂസ് കെയറും ക്ലോസ് ഒബ്സർവേഷനും ഒക്കെ കിട്ടാനതിന് വേണ്ടിയിട്ട് വാർഡിലേക്കോ റൂമുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ? അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തത് പേഷ്യൻസ് ഇൻ ഹോം death is agreed to be impending even if intensive care is continued again kept in ICU depending on availability of resources. എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? The death is agreed to be impending. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ എത്ര ദിവസം ICUയിൽ കിടത്തിയാലും മരണത്തിന് കീഴടങ്ങും എന്ന് നമുക്ക് ഉറപ്പുള്ള പേഷ്യൻസ് ഇല്ലേ? അതെ, ഡെത്ത് സംഭവിക്കും എന്ന് ഉറപ്പുള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെ? സോ അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ അതൊക്കെ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് തിരികെ അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവരവിടെ ചിലപ്പോ 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോ എന്ത് ചെയ്യാം? മരണം സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. അവര് നമ്മൾ മാക്സിമം ICUയിൽ തന്നെ, അതെ ICUയിൽ തന്നെ കിടക്കാനായിട്ടായിരിക്കും എന്തായിരിക്കും ഡെത്ത് ആവുന്നുള്ളത്. മാക്സിമം നമ്മൾ ICUയിൽ കിടക്കാൻ നോക്കും. പക്ഷേ ചിലപ്പോൾ ICUയിലുള്ള റിസോഴ്സുകളുടെ സ്കാർസിറ്റി ആവാം, ബെഡിന്റെ ലഭ്യത കുറവാവാം. അങ്ങനെയാണെങ്കിൽ ഈ പേഷ്യൻസിനെ നമ്മൾ എവിടേക്ക് മാറ്റാറുണ്ട്? അതെ, വളരെ ചാൻസ് കുറവാണ്. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ അവിടെ കരുതിയിട്ട് ബെറ്റർ ആയിട്ട് ചിലപ്പോ നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിനെ നമ്മൾ അവിടെ ഉൾപ്പെടുത്തണമല്ലോ, വേണ്ടേ? അപ്പൊ അവരെന്ത് ചെയ്യും? അതെ, നമ്മളൊരു ജനറൽ വാർഡോ റൂമുകളിലേക്കോ മാറ്റാറുണ്ട്. അതല്ല എങ്കിൽ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാറുണ്ട് അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ ഈ ഒരു നിരീക്ഷണം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാതെ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ ആ ഒരു അവരുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒക്കെ ആ ഒരു താല്പര്യത്തിനനുസരിച്ചാണ് അവർ എന്താണ് ചെയ്യുന്നത്, അവർ പറയുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ വളരെ ചാൻസ് കുറവുള്ള ആളുകളാണ്. കാരണം അവര് ഓൾറെഡി മരണപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെടുന്ന നമുക്ക് ഉറപ്പുള്ള ആളുകളാണ്. അവരുടെ ചാൻസ് ഓഫ് സർവൈവൽ വളരെ റെയർ ആയിരിക്കും. പക്ഷെ പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ICUയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിൽക്കുന്ന മുൻഗണനയുള്ള ആളുകൾ
നമുക്ക് ചിലപ്പോൾ സർവൈവൽ അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഐസിയുലിറ്റിയെ വളരെ മികച്ചതായിരിക്കും. സോ അത്തരം പേഷ്യൻസിനെ നമ്മൾ ഉൾപ്പെടുത്തണം അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഐസിയുവിൽ മതിയായ ബെഡ് അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ റിസോഴ്സുകളുടെ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ലഭ്യത കുറവുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ജനറൽ വാർഡോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമുക്ക് ഐസിയു പേഷ്യൻസിനെ എന്ത് ചെയ്യാറുണ്ട്, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഡിസ്ചാർജ് എന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഐസിയുവില് പെട്ടെന്ന് ഐസിയുവിലെ ആ ഒരു റൂമുകളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ലഭ്യത കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ബെഡിന്റെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ അവിടെ റിസോഴ്സുകൾ മതിയായിട്ടുള്ള വിഭവങ്ങൾ ഇത്രയും പേഷ്യൻസിന് കൊടുക്കാനില്ല എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ് ഈ മൂന്നെണ്ണം. ഒന്നാമത് നല്ല രീതിയിൽ റിക്കവർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, അവർ സ്റ്റഡി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാന്നുള്ളത്. രണ്ടാമത്തത് പേഷ്യൻസിന്റെ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ത്രെറ്റ്, അതിന്റെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു സീരിയസ്നെസ് എന്ന് പറയുന്ന ആ ഒരു സീരിയസ് കണ്ടീഷൻ എന്ത് ചെയ്തു, അവർ അതിൽ നിന്ന് മോചിതരായി മുക്തരായെങ്കിൽ പോലും ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ കൂടി നമ്മൾ ഐസിയുവിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് വാർഡുകളിലേക്കോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് അതെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റൂമുകൾ പോലെയുള്ള ഇടങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഐസിയു പോലെയുള്ള തന്നെ രീതിയിലുള്ള കണ്ടിന്യൂസ് മോണിറ്ററിംഗും ക്ലോസ് ഒബ്സർവേഷൻസും ഒക്കെ കൊടുത്ത് പരിശീലിക്കുന്നു. അപ്പൊ അതും രണ്ടാമത്തെ ഒരു ഡിസ്ചാർജ് പ്രൊസീജിയർ വരുന്നതാണ്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഐസിയുലുള്ള പേഷ്യൻസ് ആയിരിക്കും, പക്ഷെ അവരുടെ ആ ഒരു റിക്കവറി ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞത്, എന്തൊക്കെ സംഭവിക്കും എന്ന് ഉറപ്പുള്ള പേഷ്യൻസ് ഉണ്ടാവും. അത്തരം പേഷ്യൻസിനെ അവിടെ ലഭ്യത എന്താണ്, റിസോഴ്സുകളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ ആളുള്ള ഒരു ബെഡിന്റെ അവൈലബിലിറ്റി കുറവനുസരിച്ചൊക്കെ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്, ജനറൽ വാർഡുകളിലേക്കോ ഹോമിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ളവർക്ക് അത് അവരുടെ റിലേറ്റീവ്സിന്റെ അഭിപ്രായം അനുസരിച്ചാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെയും നമ്മുടെ ഡിസ്ചാർജ് പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. വായിച്ചോ? ക്ലിയർ ആണോ? ആ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ഐസിയു. ഐസിയു ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി, ഐസിയു ഇൻചാർജ് ആരാണോ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ഐസിയു. ഓക്കെ, ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു യൂണിറ്റിന്റെ പ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് ഐസിയു ഇൻചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, അവർക്ക് ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച നൽകാനും ഇദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. Then arrange teaching and supervision of junior staff who needed comprehensive instructions not only regarding patient care but also for use of unfamiliar equipment. എന്താണ് അറേഞ്ചിങ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ്. ഇവിടെയുള്ളവരുടെ കീഴിലുള്ള ജൂനിയർ സ്റ്റാഫുകൾ, ഐസിയുവിൽ വർക്ക് ചെയ്യുന്ന ജൂനിയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായ ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, ടീച്ചിങ് കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ട്രെയിനിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യാം. കൃത്യമായിട്ട് അവരെ മേൽനോട്ടം വഹിക്കാം. കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ്, മതിയായ സമഗ്രമായ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ
നിർദ്ദേശങ്ങൾ ആവശ്യമായി വരുന്ന ജൂനിയർ സ്റ്റാഫുകളെ മേൽനോട്ടം വഹിക്കുകയും അവർക്ക് ആവശ്യമായ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ, പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള മേൽനോട്ടമോ അല്ലെങ്കിൽ ടീച്ചിങ് കാര്യങ്ങളോ മാത്രമല്ല, but also for use of unfamiliar equipment. അപ്പോൾ ജൂനിയർ സ്റ്റാഫ് ആകുമ്പോൾ അവിടെ എക്യുപ്മെന്റ് ഐസിയുവിൽ ഒരുപാട് എക്യുപ്മെന്റുകൾ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോൾ എല്ലാത്തിനെ കുറിച്ചുമുള്ള ഒരു അറിവോ അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും ചിലപ്പോൾ ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അറിയണമെന്നില്ല. അപ്പൊ അവർക്ക് അതിനുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണം അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളോ ടീച്ചിങ്ങോ മേൽനോട്ടങ്ങളോ ഒക്കെ ആര് വഹിക്കേണ്ടതായിട്ടുണ്ട്, ICU ഇൻചാർജ് വഹിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ICUവിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓർഡേഴ്സും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ICUവിലുള്ള എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് ആവശ്യമായ സർവീസിംഗുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വവും ഈ ഒരു ICU ഇൻചാർജിനായിരിക്കും. അതുപോലെ ഷുഡ് ഇനിഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ICUമായി ബന്ധപ്പെട്ട് ഏത് ഹോസ്പിറ്റൽ ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ICUമായി ബന്ധപ്പെട്ടും റിസർച്ചുകൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആരംഭിക്കാനായിട്ട് എന്ത് ചെയ്യുക, നേതൃത്വം നൽകുക. അതോറിറ്റി അതിന് വേണ്ടിയിട്ടുള്ള ഒരു അധികാരി എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. ആൻഡ് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെന്റ് വിത്ത് സ്റ്റാഫ്. അതുപോലെ തന്നെ അവിടെ വരുന്ന ICUവിൽ നിലവിലുള്ള ഒക്യുപ്പൈഡ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിന്റെയും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു ചിട്ട, അതുമായി ബന്ധപ്പെട്ട മറ്റ് റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവലോകനം ചെയ്യാം. മറ്റ് സ്റ്റാഫുകളോടൊപ്പം നിന്നുകൊണ്ട് അവലോകനം ചെയ്യുകയും ചെയ്യാം, റിവ്യൂ ചെയ്യുകയും ചെയ്യാം. റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU ആണ് പറയുന്നത്. ഇൻചാർജ് ഓഫ് ICUവിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ. റെജിമെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മുതലായ കാര്യങ്ങളില്ല, പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ആ ഒരു ചിട്ട എങ്ങനെയാണ്, അതിന്റെ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഡ്യൂറേഷൻ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യുക, ഇടപെടലുകൾ നടത്തി അത് അവലോകനം ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU. ഇൻചാർജ് ഓഫ് ICUവിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധി എന്ന നിലയിൽ ICU ഇൻചാർജ് പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. പേഷ്യൻസിന് ആവശ്യമായ തുടർ പരിചരണങ്ങൾ പേഷ്യൻസിന് എന്ത് ചെയ്യുക, ഒരു ICUവിലുള്ള ഓരോ പേഷ്യൻസിനും തുടർ പരിചരണങ്ങൾ, ആ പരിചരണത്തിന്റെ തുടർച്ച കൃത്യമായിട്ട് നൽകുക. അതുപോലെ മൂന്നാമത്തത് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് ഹു നീഡഡ് കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് not only regarding patient care but also for use of unfamiliar equipment. അതുപോലെ തന്നെ ടീച്ചിങ് അവിടെ വരുന്ന പുതിയതായിട്ട് വരുന്ന ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്വവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അൺഫെമിലിയർ ആയിട്ട് അവർക്ക് പരിചിതമല്ലാത്ത എന്തെങ്കിലും എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ആ ഒരു ICUവിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ടീച്ചിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, കൃത്യമായ മേൽനോട്ടങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് നൽകുകയും ചെയ്യുക. അതുപോലെ റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ICUവിലുള്ള ഉപകരണങ്ങൾ, എന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യമായിട്ടുണ്ട്, പുതിയതായിട്ടുള്ള ഉപകരണങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വേണം, അത് എത്ര എണ്ണം വേണം, കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എടുത്ത് കൃത്യമായ റിക്വസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ടത് ആരാണ്, ICU ഇൻചാർജ് ആണ്. അതുപോലെ തന്നെ ICU എക്യുപ്മെന്റുകളുടെ സർവീസിംഗും അത് മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനിലേക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം കൂടി ICU ഇൻചാർജിനായിരിക്കും. അതുപോലെ ഷുഡ് ഇനിഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അതുപോലെ തന്നെ റിസർച്ചുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു അധികാരി എന്ന നിലയിൽ, അംഗീകൃതമായിട്ടുള്ള ഒരു അധികാരി എന്ന നിലയിലും പ്രവർത്തിക്കേണ്ടത് ഒരു ICU ഇൻചാർജ് ആണ്.
ലാസ്റ്റ് വൺ പറയുന്നത് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റിജിമെൻ വിത്ത് സ്റ്റാഫ്. ആ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട ICUവിൽ ഏതൊക്കെ പേഷ്യൻസ് ഉണ്ടോ ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അതിന്റെ ചിട്ടകൾ എങ്ങനെയാണ്, അതിന്റെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ഡ്യൂറേഷൻ, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ആ ഒരു ചിട്ടയായിട്ടാണോ കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായിട്ടൊരു അവലോകനം നടത്തേണ്ടത് ഒരു ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ്. വായിച്ചു നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ശരി, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുവർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ICUമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുയോജ്യമായ ഒരു അന്തരീക്ഷമാണോ ICUവിലുള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്താ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേ? സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ, അതിന് സുരക്ഷ മുൻഗണന കൊടുത്തുകൊണ്ട് ഉള്ള രീതിയിലുള്ളൊരു അനുയോജ്യമായ അന്തരീക്ഷമാണോ ICUവിലുള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തത്, സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ICUവില് മതിയായ എല്ലാ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളും ഉണ്ടോ, എല്ലാം നല്ലൊരു വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മൂന്നാമത്തെ പോയിന്റ്, ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. അതുപോലെ തന്നെ മതിയായിട്ടുള്ള നല്ല കഴിവുകളുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം മതിയായിട്ടുള്ള നമ്പർ ഉണ്ടോ, ICUവിൽ ഉണ്ടോ, ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൻസ് സിസ്റ്റം. അതുപോലെ തന്നെ ആ ഒരു പരിചരണത്തിന്റെ നിലവാരം എങ്ങനെയാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, നല്ലൊരു നിലവാരത്തിലുള്ള നല്ല രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിചരണമാണോ അവിടെ ഓരോ പേഷ്യൻസിനും ലഭിക്കുന്നത്, ഇൻക്ലൂഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെഫറൻസ് സംവിധാനം ICUവിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ലാസ്റ്റ് വൺ ആണ് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ശരിയായിട്ടുള്ള അതിനൊരു ശരിയായ പോളിസിയിലൂടെയാണോ നടത്തുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശരിയായിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ നയങ്ങളൊക്കെ അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒന്നുകൂടി പറയാണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ICUവുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ താഴെ പറയുന്നത് ഓരോന്നും. ഫസ്റ്റ് വൺ, യൂസ് അൺസ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. അല്ലെ, രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ
ICU അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. വരുന്ന ഓരോ പേഷ്യൻസിനെയും സുരക്ഷ, നമുക്ക് പേഷ്യന്റ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷമാണോ ആ ഒരു ഹോസ്പിറ്റലിലെ ICU വരുന്ന ഓരോ പേഷ്യൻസിനും നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ്, സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ICUവില് മതിയായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടോ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, മറ്റ് ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അവയെല്ലാം നല്ലൊരു വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണോ ഉള്ളത് എന്നും ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. മൂന്നാമത്തത്, ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. നല്ല രീതിയിൽ കഴിവുകളുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം മതിയായ നമ്പർ ICUവിൽ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ICUവില് മതിയായിട്ടുള്ള എണ്ണത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ളതും മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം അംഗങ്ങള് അല്ലെങ്കിൽ അത്തരത്തില് മതിയായിട്ടുള്ള എണ്ണം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, നല്ല രീതിയിലുള്ള നിലവാരമുള്ള പരിചരണമാണോ വരുന്ന ഓരോ പേഷ്യൻസിനും ലഭിക്കുന്നത്, ശരിയായിട്ടുള്ള ഒരു റഫറൻസ് സംവിധാനം അവിടെ ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ എൻഷുവർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ പ്രോഗ്രാമുകൾ അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരാണ് ഇത്തരം കാര്യങ്ങൾ, ഒരു 6 പോയിന്റ്സ് പറഞ്ഞു, ICUമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തേണ്ടത് അല്ലെങ്കിൽ എൻഷുർ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഭാഗം. വായിച്ചോ? ക്ലിയർ ആണോ? ഓ ശരി. നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഒരു ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കടമകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ്, a unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. ഒരു ICUലേക്ക് ഇപ്പൊ അവിടെ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അവരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് ആവാം. ഫസ്റ്റ് നമ്മൾ ഒരു ICUലേക്ക് വരുമ്പോൾ തന്നെ മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ICUവിന്റെ ആ ഒരു യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. അവരാണ് ആ ഫസ്റ്റ് പേഴ്സൺ. ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവിടെ വരുന്ന ICUവിൽ വരുന്ന വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, കമ്മിങ് ടു ദ ICU, കമ്മിങ് ടു ദ ICU ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺ ആണ് ഈ യൂണിറ്റ് സെക്രട്ടറി ഇൻ ICU എന്ന് പറയുന്നത്. അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. അപ്പൊ ഇവര് അതുപോലെ തന്നെ ഇവര് ഇപ്പൊ ആ ഒരു ICUലേക്ക് കോൾസ് വരാം, അല്ലെ, മെസ്സേജസ് ഒക്കെ വരാം, അതൊക്കെ കൃത്യമായിട്ട് ശരിയായിരിക്കും. കോൾസ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. അതുപോലെ അവിടെ നിന്ന് വരുന്ന കിട്ടുന്ന മെസ്സേജസ് കൃത്യമായിട്ട് ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ബന്ധപ്പെട്ട ആളുകൾക്ക് അത് എന്ത് ചെയ്യണം, പാസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ അക്കൗണ്ടബിൾ ഫോർ റീഡിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ
വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്, ആ ഒരു ICUമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാവാം, ഫോൺ കോളുകളിലൂടെ ബന്ധപ്പെട്ട് വരുന്നവരാവാം, അവരുമായിട്ട് കൃത്യമായിട്ട് അവരോട് എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യുകയും വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്, അവരോട് നല്ല രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യുകയും അവരെ കേൾക്കുകയും അവരുടെ ആവശ്യകതകൾ എന്താണ്, ആ ക്ലയന്റിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നിർണ്ണയിക്കുകയും ചെയ്യുക. അതുപോലെ the secretary is liable to answer basic questions and provide general information such as the visiting hours for the ICU. അതുപോലെ തന്നെ ഈ സെക്രട്ടറി ആണ് ലയബിൾ ടു ആൻസർ ബേസിക് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ അവിടെ വരുന്ന ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവിടെയുള്ള മറ്റു വിസിറ്റിംഗ്സ് ആയിക്കോട്ടെ, അവർ ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് പറയുന്നത്. ഇപ്പൊ ജനറൽ ഇൻഫർമേഷൻ, എപ്പോഴാണ് ICUവിലെ വിസിറ്റിംഗ് അവേഴ്സ് ഉള്ളത്, അത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ICU സെക്രട്ടറി. അതുപോലെ ഇഫ് cannot provide information concerning the medical status of a patient, it is the secretary who help point the customers in the right direction and refer them to other staff members if needed. ഇപ്പൊ നമുക്കൊരു ICU സെക്രട്ടറിക്ക് cannot provide information concerning the medical status of a patient. ICUലുള്ള ഒരു പേഷ്യന്റിനെ മെഡിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനോ ഒരു ICU സെക്രട്ടറിക്ക് നൽകാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ it is the secretary who help point the customers in the right direction. അവർക്ക് എന്ത് പറയാം, ഇന്ന അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോ അല്ലെങ്കിൽ അവരെ പരിശോധിക്കുന്ന ആ ഒരു നഴ്സസോ അവർക്കായിരിക്കുമല്ലോ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുക, അല്ലെ? അപ്പൊ അവിടെ വരുന്ന ആ ഒരു കസ്റ്റമേഴ്സ് അവരിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാം, ശരിയായ ദിശയിലേക്ക് വിടാനും and refer them to other staff members if needed. ആവശ്യമാണെങ്കിൽ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തേക്ക് അവരെന്ത് ചെയ്യാം, റെഫർ ചെയ്ത് വിടാം. അപ്പൊ അവരെ കൃത്യമായ ഒരു ഡയറക്ഷനിലേക്ക് വിടുകയും അപ്പൊ അവർക്ക് ഇവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ കൂടി ആ വിടുന്ന ശരിയായ ഒരു ദിശയിലേക്കാണ്, ശരിയായ വ്യക്തിയുടെ അടുത്തേക്കാണ് വിടുന്നതെങ്കിൽ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, ആ പേഷ്യൻസിന്റെ നിലവിലുള്ള മെഡിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ച് ആ കസ്റ്റമേഴ്സിന് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ICUമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ടാസ്കുകൾ ചെയ്യേണ്ടത് യൂണിറ്റ് സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസ്, എത്രത്തോളം ബെഡുകൾ ഓക്യുപ്പൈഡ് ആയിട്ടുണ്ട്, എത്രത്തോളം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് അപ്ഡേറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതും ഈ ഒരു യൂണിറ്റ് സെക്രട്ടറി ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. ആ ഒരു ICUലുള്ള എല്ലാ പേഷ്യൻസിന്റെയും ഫയലുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റ് റെക്കോർഡുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതുപോലെ വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതിലൂടെ നല്ലൊരു സഹകരണത്തോടു കൂടി ആ വരുന്ന ICUലുള്ള ഓരോ പേഷ്യൻസിനും നല്ല രീതിയിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ഒരു ഏകോപനം വെച്ചുള്ള, നല്ല രീതിയിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള കെയർ സർവീസുകൾ, രോഗി പരിചരണങ്ങൾ പേഷ്യൻസിന് നൽകാൻ ശ്രമിക്കുക. ഇവിടെ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെക്രട്ടറി in the ICU is normally the first person whom family members and visitors meet when coming to the ICU. ആ ഒരു സെന്റൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ICUലെ യൂണിറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ICUലെ സെക്രട്ടറി ആണ് നമ്മളൊരു ICUലേക്ക് വരുമ്പോ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, ആദ്യം മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ICU സെക്രട്ടറി ആയിരിക്കും. ഇദ്ദേഹം തന്നെയാണ് ആ ഒരു ICUലേക്ക് വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യേണ്ടതും അവിടെ നിന്ന് കിട്ടുന്ന മെസ്സേജസ് ശരിയായ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കേണ്ടതും അല്ലെങ്കിൽ പാസ് ചെയ്ത് കൊടുക്കേണ്ടതും. മൂന്നാമത് അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. വരുന്ന ഓരോ ക്ലയന്റ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവരെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്ത് അവരെ സ്വീകരിക്കുകയും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് നിർണ്ണയിക്കുകയും ചെയ്യേണ്ടതിനുള്ള ഒരു ഉത്തരവാദിത്തം ICU സെക്രട്ടറിക്കാണ്. ഇനി അതുപോലെ തന്നെ ICU secretary is liable to answer basic questions and provide general information such as the visiting hours for the ICU. അതുപോലെ ഇപ്പൊ അവര് ചോദിക്കുന്ന വരുന്ന കസ്റ്റമേഴ്സോ വിസിറ്റേഴ്സോ ചോദിക്കുന്ന ജനറൽ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസേഴ്സ് കൊടുക്കാനുള്ള ബാധ്യതയും ICU സെക്രട്ടറിക്കുണ്ട്. അതായത് വിസിറ്റിംഗ് അവേഴ്സ്, ICUലുള്ള വിസിറ്റിംഗ് അവേഴ്സ് എപ്പോഴാണ്, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കൊടുക്കാനുള്ള ബാധ്യത ICU സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ഇഫ് cannot provide information concerning the medical status of a patient,
ഇപ്പൊ ഒരു പേഷ്യന്റ് ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അവരുടെ മെഡിക്കൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ഇൻഫർമേഷൻസ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ ഇല്ല എങ്കിൽ, ഇവർക്ക് അതിനുള്ള അറിവില്ല എങ്കിൽ, it is the secretary who help point the customers in the right direction and refer them to other staff members if needed. ആവശ്യമായി വരികയാണ് അവർക്ക് അവരെ ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് മതിയായ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, മെഡിക്കൽ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ശരിയായിട്ടുള്ള ആളുകളെയും സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തേക്ക് അവരുടെ റൈറ്റ് ഡയറക്ഷനിൽ ശരിയായ ദിശയിൽ തന്നെ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാം, റെഫർ ചെയ്ത് വിടുകയും ചെയ്യണം. Then perform clerical task, update bed status in computer. അതുപോലെ തന്നെ ICUമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ടാസ്കുകൾ, ജോലികൾ ചെയ്യേണ്ടത് ഇദ്ദേഹമാണ്. അതുപോലെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ ബെഡ് സ്റ്റാറ്റസ്, നിലവിൽ ഓരോ സമയത്തെയും ബെഡ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഏതൊക്കെ ബെഡുകൾ ഓക്യുപ്പൈഡ് ആണ്, ഏതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, മുതലായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. അതുപോലെ വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. അതുപോലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നല്ലൊരു ഏകോപനത്തോടു കൂടി വരുന്ന ഓരോ പേഷ്യൻസിനും രോഗി പരിചരണം, നല്ല രീതിയിലുള്ള രോഗി പരിചരണം കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. വേഗം വായിച്ചു നോക്കിയേ. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഇവിടെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഫസ്റ്റ് വൺ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഫസ്റ്റ് വൺ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അല്ലാതെ ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ കേട്ടോ. ആ ഒരു റെസ്പോൺസിബിലിറ്റി പഠിച്ചു വെച്ചാൽ മറന്നുപോകില്ല കേട്ടോ. ഇപ്പൊ ഇവരുടെ റെസ്പോൺസിബിലിറ്റി വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങളല്ലേ, മറന്നു പോകില്ല കേട്ടോ. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ICU എന്ന് പറഞ്ഞ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് അത് എന്താണ് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ കോമൺ ടൈപ്സ് ഓഫ് ICU ആ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാർഡിയം ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്ന ആളുകൾക്ക് ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ തീവ്ര പരിചരണം കൊടുക്കാനായിട്ട് നമ്മൾ ഏത് ICU ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോ കാർഡിയാക് ICU ഉണ്ടാവും, നിയോനേറ്റൽ ICU ഉണ്ടാവും, അങ്ങനെ ഓപ്ഷൻസ് പലതുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ, പറ്റില്ലേ? അതുപോലെ തന്നെ ഇൻഫൻസ് അല്ലെങ്കിൽ പ്രീമച്ചുർ ആയിട്ടുള്ള ബേബീസിന് ഇന്റൻസീവ് കെയർ കൊടുക്കുന്ന യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ കണ്ടിട്ട് എഴുതാൻ പറ്റുമല്ലോ, ഓപ്ഷൻ നോക്കി എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ തിരിച്ച് ചോദിച്ചാലും എഴുതാനുള്ള രീതിയിൽ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോംസും ഷോർട്ട് ഫോമും നിർബന്ധമായിട്ടും പഠിക്കണേ. അതുപോലെ എന്താണ് ഒരു ഓപ്പൺ യൂണിറ്റ്, ക്ലോസ്ഡ് യൂണിറ്റ്? ഓപ്പൺ യൂണിറ്റ് ആകുമ്പോൾ അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ അറ്റൻഡിങ് ഡിസിഷൻ മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആണ്. ക്ലോസ്ഡ് യൂണിറ്റ് ആകുമ്പോൾ അത് ഡയറക്ടർ അല്ലെങ്കിൽ അവരുടെ അസോസിയേറ്റ്സിനായിരിക്കും ആ ഒരു അഡ്മിഷനും ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. പിന്നെ അതിന്റെ ആ ഒരു അഡ്വാൻറ്റേജസ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, ആ ഒരു ഡ്രോബാക്കും അഡ്വാൻറ്റേജും. അതുപോലെ സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണുള്ളത്, അതുപോലെ രജിസ്ട്രാർ അവരുടെ ആ ഒരു സീനിയർ റെസിഡന്റ് ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ ആ ഒരു സീനിയർ റെസിഡന്റിന്റെ ആ ഒരു ഡ്യൂട്ടി ചോദിക്കാറുണ്ട് കേട്ടോ. സീനിയർ റെസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് പെർമിഷൻ ലേറ്റർ കൺസൾട്ടന്റ് മേ ബി ഇൻഫോംഡ്. അതുപോലെ തന്നെ ജൂനിയർ റെസിഡന്റിലേക്ക് വരുമ്പോ നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് കണ്ടോ, ദ ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ് വൈൽ ഇൻ ICU ആൻഡ് പ്രിപ്പയറിംഗ് സമ്മറീസ്. ആ സെന്റൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇവര് രണ്ടുകൂടിയും സീനിയർ റെസിഡന്റിന്റെയും ജൂനിയർ റെസിഡന്റിന്റെയും ഡ്യൂട്ടീസ് ആണ് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി ആണെന്നാണ് ചോദിക്കുക. അപ്പൊ അത് ജൂനിയർ റെസിഡന്റ് ആണ്. ഓപ്ഷനിൽ രണ്ടുപേരുടെയും പേരൊക്കെ ഉണ്ടാവും കേട്ടോ. ജൂനിയർ റെസിഡന്റ് ഉണ്ടാവും, സീനിയർ റെസിഡന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ പേഷ്യൻസ് ICUലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടതും സമ്മറീസ് പ്രിപ്പയർ ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ ജൂനിയർ റെസിഡന്റ് ആണ്. മോക്ക് ടെസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു, ശരിയാ മിസ്, ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് കിട്ടാത്തവർ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അത് നോക്കി വെക്കണേ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയയില് ആ പറയുന്ന പോയിന്റ്സ് ഏതൊക്കെയാ ഉൾപ്പെടുന്നത് നമുക്ക് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാറില്ല. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സും അതേ രീതിയിൽ തന്നെ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നാമത്തെ ആ ഒരു ടൈം മിസ് പറഞ്ഞില്ലേ, 9 to 11 AM, മോർണിംഗ് 9 to 11 AM. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, അതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അത് അതിന്റെ ഇടയിലായതുകൊണ്ട് വിട്ടുപോകരുതേ. 1:1 റെക്കമെൻഡഡ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1 or 1:2 ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ആ ഒരു ടൈമിന്റെ പേര് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ. അപ്പൊ അത് രണ്ടും ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഡിസ്ചാർജ് പ്രൊസീജിയർ ആണെങ്കിലും ഒക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് സാധാരണ വരാറ്. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയും അതേ രീതിയിൽ തന്നെയായിരിക്കും. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചോദിക്കാം കേട്ടോ. തിരിച്ച് അങ്ങനെയും ചോദിക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് എവിടെയാണോ? ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് മിസ് ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ നെക്സ്റ്റ് ഡേ അല്ലേ കിട്ടുക? ഇന്നത്തെ നാളെയാണ്, നെക്സ്റ്റ് ഡേ ആണ് കിട്ടുക കേട്ടോ. ക്ലാസ് റൂംസിൽ ഉണ്ടാവുമല്ലോ. എന്താണ് അതാണ് ചോദിച്ചത്. ഷീജ ഇതുവരെ മോക്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലേ? ആദ്യമായിട്ടാണോ? അതാണോ ചോദിച്ചേ? ഓക്കെ ഓക്കെ. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവര് പറഞ്ഞു തരും കേട്ടോ അപ്പൊ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ തീരാറായി. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ നാളെ ഒരു അവർ ഉണ്ട് അല്ലേ? ഇപ്പൊ ഓൾറെഡി അബ്രിവിയേഷൻസും റൂട്ട് വേർഡ്സും കംപ്ലീറ്റ് ആയില്ലേ? ലേറ്റ് ആയിട്ടാണോ ക്ലാസ്? അബ്രിവിയേഷൻസ് കംപ്ലീറ്റ് ആവാനുണ്ട്. റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയില്ലേ? റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ. ഓക്കെ, ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ. അബ്രിവിയേഷൻസ് നാളെ ഒരു ക്ലാസ് ഉണ്ടല്ലോ, നാളെ ഉണ്ടല്ലോ, നാളെ കേട്ടോ കംപ്ലീറ്റ് ആണ്. കുറച്ച് ഭാഗം കൂടിയല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ പോർഷൻസും ക്ലിയർ അല്ലേ? ബാക്കി എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? ഓക്കെ, എക്സാമിന്റെ ടൈം ടേബിൾസ് കാര്യങ്ങളൊക്കെ കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ ഡേറ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയോ? പഠിക്കാൻ തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ? കുറച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് അധികം ദിവസമൊന്നും ഇല്ല, അറിയാലോ. ഒരുപാട് ദിവസമൊന്നും സ്റ്റഡി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരുപാട് ദിവസമൊന്നും നമുക്കില്ല. നമ്മളുള്ള ദിവസം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിന് കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പൊ മെയിൻ മൊഡ്യൂൾ എക്സാമിന് കിട്ടുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു സമയം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു ഭാഗം നമുക്ക് പഠിച്ചെടുക്കാനും നമുക്ക് എക്സാമിനൊക്കെ വളരെ എളുപ്പമുള്ള ഭാഗം. അപ്പൊ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി അധികം സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം നിങ്ങൾ പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടോന്നോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വെച്ച് പറഞ്ഞു തരുന്നില്ലേ? പറഞ്ഞു തന്നിട്ടില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ടിക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. മറ്റുള്ളവർ പഠിക്കേണ്ടെന്നല്ല മിസ് പറയുന്നത്, പക്ഷെ ആ പറയുന്ന കാര്യങ്ങളും മുമ്പ് പ്രീവിയസ് ആയിട്ട് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിരിക്കുന്ന ഭാഗങ്ങളും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പൊ ആ ടിക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഭാഗങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓരോ പേജിലും കുറച്ചൊക്കെയല്ലേ വരുന്നുള്ളൂ. നിങ്ങളൊന്ന് 2 പ്രാവശ്യമോ 2-3 പ്രാവശ്യമൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് വായിച്ചു പഠിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഒരുപാട് മാർക്ക് പോകുന്നില്ല കേട്ടോ. പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടൊന്നുമില്ല. പഠിച്ച ആളുകളാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നാളെ മിസ്സിന് ഒരു അവർ ഉണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു റിവിഷൻ പോലെ വെക്കാം. ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ പോലെ വെക്കാം കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. മിസ് പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ടെസ്റ്റ് പേപ്പേഴ്സ് പോലെ ഒരു എക്സാം പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടത്താം കേട്ടോ. ഒരു മോഡൽ പോലെ നമുക്ക് നടത്താം കേട്ടോ. അപ്പൊ മിസ് പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കയറിയ ആളുകളൊക്കെ ഉണ്ട് കുറച്ചു പേരൊക്കെ. ഇപ്പൊ പുതിയതായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ ഓരോ ടീച്ചേഴ്സും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അവർക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, അവരെ ഒന്ന് ഹെൽപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്ന് മെസ്സേജ് ചെയ്തൊക്കെ ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഡേ വരുന്ന സമയത്ത് അത് പഠിച്ചിട്ട് വരാം. നമുക്കൊന്ന് റിവൈസ് ചെയ്യും കേട്ടോ. അതിനുശേഷം എക്സാമിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. പഠിച്ചു വന്നാൽ മാത്രമേ എളുപ്പം ഉണ്ടാവുള്ളേ. അല്ലാതെ നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ശരി. ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ഓരോ ടീച്ചേഴ്സ് എടുത്ത ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കാം. ഏതാണ് ഷീജനെയും കൂടി ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്താ കേട്ടോ. അത് ആരാണ് അഡ്മിൻ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് അവരാരെങ്കിലും ഗ്രൂപ്പിലുള്ളവരെ ഇനിഷ്യേറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോ ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോ ടീച്ചേഴ്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തിരിക്കുന്നതാണ്. അതിനനുസരിച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അത് ലഭ്യമാക്കുക. കിട്ടാത്ത ക്ലാസ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പി ആർ ഹൗസ് ഉണ്ടാവുമല്ലോ, നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അവരുമായിട്ടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ശരി, നാളെ കാണാം. ഓക്കെ, താങ്ക് യു.